ദ്വിതീയ ഖണ്ഡ് പാർട്ട് 2 പ്രശ്നപത്ര 5 നമുക്കിനി നോക്കേണ്ടത്. പ്രശ്നപത്ര 4 2 ഭാഗം ഉണ്ടായിരുന്നു. ഭാഷാശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ടതും അല്ലാതെ ഹിന്ദി ഭാഷയ്ക്ക് വിവിധ രൂപം, അത് 50 മാർക്കിനുള്ള രണ്ട് പാർട്ടായിട്ടാണ് മിക്സ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ വരും. 5ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പർ കാവ്യശാസ്ത്രവും കാവ്യപ്രദീപ്. കാവ്യശാസ്ത്ര അവർ കാവ്യപ്രദീപ്. നമ്മൾ കാവ്യം എന്നുള്ള വാക്ക് പലപ്പോഴും കേട്ടിട്ടുള്ളതാണ്. കാവ്യം എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മൾ കണക്കാക്കി വെച്ചത് കാവ്യമാനെ കവിത എന്നാണ്. എന്നാൽ യഥാർത്ഥത്തിൽ കാവ്യശാസ്ത്ര പ്രകാരം കാവ്യം കവിത മാത്രമല്ല, അതിലെല്ലാ കാര്യങ്ങളും വരും. നോവൽ വരും, നാടകം വരും, ഇതെല്ലാം കാവ്യത്തിൽ ഉൾപ്പെടും. നമ്മൾ സാധാരണ മഹാകാവ്യം, ഖണ്ഡകാവ്യം എന്നൊക്കെ പറയുമ്പോൾ കവിതയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. എന്നാൽ കാവ്യശാസ്ത്ര പ്രകാരം എല്ലാം വരും. സാഹിത്യവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാം കാവ്യശാസ്ത്രത്തിൽപ്പെടും. നാടകം കാവ്യശാസ്ത്രത്തിൽപ്പെടുന്ന ഒന്നാണ്. കാവ്യേഷു നാടകം രമ്യം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ കാവ്യങ്ങളിൽ നാടകമാണ് ഏറ്റവും ഭംഗിയുള്ളത്. അപ്പോൾ കാവ്യത്തിൻ്റെ വിവിധ വശങ്ങളെ പറ്റിയുള്ള ഒരു പേപ്പറാണ് നമുക്ക് പ്രശ്നപത്രം 5 വരുന്നത്. അതിൽ 2 ബുക്കാണ് പഠിക്കേണ്ടത്. ഒന്ന് കാവ്യശാസ്ത്ര, മറ്റൊന്ന് കാവ്യപ്രദീപ്. അപ്പോൾ അതിൽ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ടോ, ഓരോന്നായിട്ട് തന്നിട്ടുണ്ടോ, അതിൽ നോക്കുക. അതിൽ കാവ്യ കിസേ കഹത്തെ ഹേ, കാവ്യക്കെ ലക്ഷൻ ക്യാ ഹെ എന്നൊക്കെ ഉള്ള ചോദ്യമാണ്. കാവ്യ കിസേ എന്താണ് കാവ്യം, കാവ്യത്തിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, ഒരു കാവ്യത്തിന് ചില ലക്ഷണങ്ങളുണ്ട്, അത് എന്തൊക്കെയാണ് എന്നാണ് ഒന്നാമത്തെ ചോദ്യം. അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് അടുത്തതിലേക്ക് പോവാം. പേജ് നമ്പർ 1 പോയാൽ കാവ്യ കിസേ കഹത്തെ ഹേ, കാവ്യക്കെ പ്രമുഖ ലക്ഷൺ ക്യാ ഹെ. നമ്മൾ കാവ്യം എന്നുള്ള കവിത എന്ന് മാത്രം നമ്മുടെ മനസ്സിൽ വരരുത് കേട്ടോ. കാവ്യ ഇത്തനി വിശാൽ ഔർ വിസ്തൃത വസ്തു ഹെ. കാവ്യം എങ്ങനെയുള്ളതാണ്? വിശാലാണ്, വിചിത്രമായിട്ടുള്ള ഒരു വസ്തുവാണ്. ഉസേ ഏക് ദോ വാക്യോമേ പരിഭാഷിത് കർന ബഹുത് കഠിൻ ഹെ. അപ്പോൾ കാവ്യത്തെ 1 2 വാക്യത്തിൽ ഡെഫിനിഷൻ കൊടുക്കുക, പരിഭാഷപ്പെടുത്തുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സമസ്ത ഭാവപ്രധാൻ സാഹിത്യക്കോ കാവ്യ കഹത്തെ ഹെ. ഭാവം അല്ലെങ്കിൽ ആശയങ്ങൾ അടങ്ങിയിട്ടുള്ള ഭാവപ്രധാനമായിട്ടുള്ള സമസ്ത സാഹിത്യത്തെയും, എല്ലാ സാഹിത്യത്തെയും കാവ്യമെന്നാണ് പറയുക. മനസ്സിലായല്ലോ? ഭാവപ്രധാനമായിട്ടുള്ള സാഹിത്യത്തെ മുഴുവനും കാവ്യമെന്ന് പറയുന്നു. അതിൽ നിന്ന് മനസ്സിലാക്കാൻ കവിത മാത്രമല്ല കാവ്യത്തിൽ ഉൾപ്പെട്ടത് എന്ന്. ജോ ഭാവ് യാ അനുഭൂതി സ്ഥിതി വിശേഷമേം സുചാരു രൂപമേം अभिव्यक्त होकर कवि के हृदय को तोष प्रदान करती है और सहृदय को रसमग्न करती है, वही काव्य है. ഇതാണ് കാവ്യത്തിനെ പറ്റിയുള്ള ഒരു ഡെഫിനിഷൻ. ഭാവ് യാ അനുഭൂതി സ്ഥിതി വിശേഷമേ, ഒരു എഴുത്തുകാരൻ്റെ, സാഹിത്യകാരൻ്റെ മനസ്സിലുണ്ടാകുന്ന ഭാവം അല്ലെങ്കിൽ അയാളുടെ ഫീലിങ്സ്, ആ ഫീലിങ്സിൻ്റെ വിശേഷമായിട്ടുള്ള അവസ്ഥയിൽ സുചാരു രൂപമേ, അത് ഭംഗിയായിട്ട് അഭിവ്യക്ത ഹോക്കർ, ആ ഹൃദയത്തിലുള്ള കാര്യങ്ങൾ ഭംഗിയായിട്ട് പ്രകടിപ്പിച്ചുകൊണ്ട് കവി എന്ത് ചെയ്യുന്നു? കവി തൻ്റെ ഹൃദയത്തെ തോഷ് പ്രദാൻ കർത്തി. കവി തൻ്റെ ഹൃദയത്തിന് എന്തുണ്ടാവുന്നു? ഒരു തൃപ്തി, ഒരു സന്തോഷത്തെ പ്രദാനം ചെയ്യുകയും അവർ സഹൃദയക്കോ, അത് വായിക്കുന്ന സഹൃദയനെ രസമഗ്നി കർത്തിഹെ, രസത്തിൽ ആഴ്ത്താനും കഴിവുള്ളതിനാണ് വഹി കാവ്യ, അതിനാണ് കാവ്യമെന്ന് പറയുക. മനസ്സിലായല്ലോ? ഒരു സാഹിത്യകാരൻ്റെ മനസ്സിൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു ഭാവം ഉണ്ടാകുന്ന ഭാവം അല്ലെങ്കിൽ അനുഭൂതി, അതയാൾ ഭംഗിയായിട്ട് പ്രകടിപ്പിക്കുന്നു. എന്നിട്ട് അയാളുടെ ഹൃദയത്തിനൊരു സന്തോഷത്തെ, സംതൃപ്തിയെ പ്രദാനം ചെയ്യുന്നു. അത് സഹൃദയൻ്റെ മനസ്സിനെ പോലും എന്ത് ചെയ്യുന്നു? രസമഗ്നമാക്കുന്നു. സഹൃദയൻ്റെ മനസ്സിനെ അല്ലെങ്കിൽ സഹൃദയങ്ങളെ പോലും
രസത്തിൽ ആഴ്ത്തുന്നു, ആനന്ദത്തിൽ ആഴ്ത്തുന്നു എങ്കിൽ അത് കാവ്യമെന്ന് പറയുന്നു. കാവ്യമേ ജീവൻ ഔർ സത്യ കാ ചിത്രൻ കിയാ ജാത്താ ഹെ. സാഹിത്യത്തിൽ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ജീവിതത്തെ പറ്റിയും സത്യത്തെ പറ്റിയുമാണ് ചിത്രീകരിക്കുന്നത്. കാവ്യ കാ സ്വരൂപ് ബഡാ വ്യാപക് ഹെ, ജിത്തനാ വ്യാപക് ഹെ ഉത്തനാ ഹി സൂക്ഷ്മ ഭി ഹെ. കാവ്യത്തിൻ്റെ സ്ട്രക്ചർ തന്നെ വളരെ വിശാലമാണ്. എത്ര വിശാലമാണോ അത്ര തന്നെ സൂക്ഷ്മവും ആണ് എന്നാണ്. ഇനി എപ്പോഴും കാവ്യങ്ങളുടെ ലക്ഷണങ്ങൾ സംസ്കൃതത്തെ ആസ്പദമാക്കിയിട്ടാണ്. സംസ്കൃതത്തിലുള്ള കാവ്യലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? സംസ്കൃത കാവ്യലക്ഷണം. പിന്നെ പാശ്ചാത്യ നാട്ടിലുള്ള ആൾക്കാർ, പാശ്ചാത്യരും കാവ്യങ്ങൾക്ക് ചില ലക്ഷണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഭാരതീയരായിട്ടുള്ള കവികളും എന്ത് ചെയ്തിട്ടുണ്ട്? ഭാരതീയരായിട്ടുള്ള ഹിന്ദി കവികളും കാവ്യത്തിന് ചില ലക്ഷണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് മൂന്നായിട്ടാണ് ഇതിൽ കൊടുത്തേക്കുന്നത്. പരീക്ഷയ്ക്ക് ചിലപ്പോൾ സംസ്കൃത കാവ്യ കിസേ കഹത്തെ ഹേ, സംസ്കൃത കാവ്യ ലക്ഷൺ ക്യാ ക്യാ ഹേ എന്ന് ചിലപ്പോൾ 5-10 മാർക്കിന് ചോദിക്കാം. भारतीय समीक्षा क्षेत्र में काव्य की परिभाषा का प्रश्न काव्य की आत्मा के विवेचन से संबंधित है. ഭാരതീയ സമീക്ഷാ രംഗത്ത്, ഭാരതീയ കാവ്യ സമീക്ഷാ രംഗത്ത് കാവ്യത്തിൻ്റെ ഡെഫിനിഷൻ എന്നുള്ള പ്രശ്നം കാവ്യത്തിൻ്റെ ആത്മാവുമായിട്ടുള്ള വിവേചനത്തെ സംബന്ധിച്ചാണ്. കാവ്യത്തിൻ്റെ ആത്മാവിനെ വിവേചിച്ചാൽ അല്ലെങ്കിൽ കാവ്യത്തിൻ്റെ ആത്മാവിൻ്റെ വിവേചനവുമായി ബന്ധപ്പെട്ടതാണ് കാവ്യത്തിൻ്റെ പരിഭാഷ അല്ലെങ്കിൽ ലക്ഷണം. ശബ്ദ് ഔർ അർത്ഥക്കോ കാവ്യ കാ ശരീർ മാനാ ജാത്താ ഹെ. വാക്കും അതിൻ്റെ അർത്ഥവും ഇത് കാവ്യത്തിൻ്റെ ശരീരമായിട്ട് കണക്കാക്കുന്നു. കാവ്യ കാ ശരീർ ക്യാ ക്യാ ഹെ അല്ലെങ്കിൽ കാവ്യക്കെ ശരീർ കോൻ കോൻ ഹെ എന്ന് ചോദിച്ചാൽ ശബ്ദ ഔർ അർത്ഥം എന്നാണ്. കാവ്യക്ക് ആത്മാക്കെ സംബന്ധമേ ആചാര്യോങ്ക മതഭേദ ഹെ. അപ്പോൾ കാവ്യത്തിൻ്റെ ശരീരത്തെ പറ്റി പറഞ്ഞു. ഏതൊക്കെയാണ്? ശബ്ദ് ഔർ അർത്ഥാണ്. അതേസമയം കാവ്യത്തിന് നമുക്ക് ശരീരം മാത്രം പോരാ, പിന്നെ എന്താണ്? മനസ്സും വേണം, ആത്മാവും വേണം. അപ്പോൾ കാവ്യക്ക് ആത്മാക്കെ സംബന്ധമേ ആചാര്യോങ്ക മതഭേദ ഹെ. ആചാര്യന്മാർ അഭിപ്രായ വ്യത്യാസമുണ്ട് കാവ്യത്തിൻ്റെ ആത്മാവ് എന്താണ് എന്നുള്ളത്. ഭരത് മുനിനെ, നമ്മളിപ്പോൾ സംസ്കൃത കാവ്യലക്ഷണം പഠിക്കുന്നത് കൊണ്ട് സംസ്കൃതത്തിലുള്ള കവികളെ പറ്റിയാണ് ഇതിൽ പറയുക. ഭരത് മുനിനെ രസുക്കോഹി കാവ്യക്ക് ആത്മാ മാനാ ഹെ. ഭരത് മുനി രസ്, നവരസങ്ങളുണ്ടല്ലോ, അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. അതിനെ കാവ്യത്തിൻ്റെ ആത്മാവായിട്ട് കണക്കാക്കുന്നു. വേദവ്യാസ് की राय में इष्टार्थ को प्रकट करने वाली पदावली से युक्त ऐसा वाक्य काव्य है जिसमें अलंकार प्रकट हो, जो दोषरहित और गुणयुक्त हो എന്നാണ്. വേദവ്യാസൻ, നമ്മൾ പുരാണങ്ങളൊക്കെ എഴുതിയിട്ടുള്ള വേദവ്യാസൻ ഉണ്ടല്ലോ, വ്യാസൻ, അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഇഷ്ടാർത്ഥത്തെ പ്രകടിപ്പിക്കുന്ന പദാവലികളാൽ കൊണ്ട് നിറഞ്ഞിട്ടുള്ള വാക്യത്തെയാണ് കാവ്യമെന്ന് പറയുന്നത്. ആ വാക്യത്തിൽ അലങ്കാരം ഉണ്ടാകണം, ദോഷരഹിതമായിരിക്കണം, ഒരുപാട് ഗുണങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കണം. ഈ ഡെഫിനിഷനിൽ 5 കാര്യങ്ങളുണ്ട്. ഇസ്മേ 5 ബാത്തേ ഹേ: ഇഷ്ടാർത്ഥ്, സംക്ഷിപ്തവാക്യ, അലങ്കാർ, ഗുണ് ഔർ ദോഷ്. 5 കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം. ദോഷ് സേ രഹിത് ഹോന ഉത്തം കാവ്യ കാ ലക്ഷൺ ഹേ. അപ്പം വേദവ്യാസൻ്റെ അഭിപ്രായത്തിൽ ദോഷങ്ങളില്ലാത്ത കാവ്യം ആണ് ഉത്തമ കാവ്യത്തിൻ്റെ ലക്ഷണം, അല്ലെങ്കിൽ ദോഷങ്ങളില്ലാതിരിക്കുക, അതാണ് ശ്രേഷ്ഠമായ ഒരു കാവ്യത്തിൻ്റെ ലക്ഷണം. ഇനി ആചാര്യ ഭാമഹ് കി രായ്മ, മറ്റൊരു സാൻസ്ക്രിറ്റ് പണ്ഡിതനാണ് ആര്? ആചാര്യ ഭാമഹ്. അദ്ദേഹം പറയുന്നത് ശബ്ദാർത്ഥോ സഹിതവും കാവ്യം. സാൻസ്ക്രിറ്റിലാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്? ശബ്ദ് ഔർ അർത്ഥ കാ സംयोग കാവ്യ ഹെ. ശബ്ദവും അർത്ഥം കൂടി ചേർന്നാലേ കാവ്യമാവുള്ളൂ. ഇത് രണ്ടും വേണം എന്നർത്ഥം. മുകളിൽ അങ്ങനെ ഒരു ഡെഫിനിഷൻ വന്നിട്ടുണ്ട് അല്ലേ? ശബ്ദ് ഔർ അർത്ഥ കാവ്യ കാ ശരീർ എന്ന് പറഞ്ഞല്ലോ. ഇവിടെ ഭാമഹും ഏതാണ്ട് അതേ അർത്ഥത്തിൽ പറയാണ്. ശബ്ദം എന്ന് പറഞ്ഞാൽ വേർഡാണ്, പിന്നെ അതിൻ്റെ മീനിങ്ങും ഇതിൻ്റെ സംയോഗം, ഇത് രണ്ടും കൂടെ കൂടിച്ചേർന്നാലേ എന്താവുള്ളൂ? കാവ്യമാവുള്ളൂ. അലങ്കാര സമ്പ്രദായക്ക് ആചാര്യ ദണ്ഡീനെ, അലങ്കാര സമ്പ്രദായം, അലങ്കാരത്തിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരു സാൻസ്ക്രിറ്റ് പണ്ഡിതനാണ് ആര്? ദണ്ഡി. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കാവ്യശോഭാകരാൻ ധർമാൻ അലങ്കാരാൻ പ്രജക്ഷതേ.
कहकर അലങ്കാരവും കോ കാവ്യശോഭ ഉത്പാദൻ മാന. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അലങ്കാരങ്ങളാണ് കാവ്യശോഭ ഉണ്ടാക്കുന്നത്. അലങ്കാരങ്ങളുണ്ടെങ്കിലേ കാവ്യത്തിന് ശോഭ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇവിടെ ഈ പറഞ്ഞ വാക്യങ്ങളൊക്കെ ശ്രദ്ധിച്ചോളൂ. കാവ്യശോഭാകരാൻ ധർമാൻ അലങ്കാരാൻ പ്രജക്ഷതേ യഹ് കിസ്ക കഥൻ ഹേ, അങ്ങനെയുള്ള ചെറിയ വൺ വേർഡ് ചോദ്യമൊക്കെ ചോദിക്കാം കേട്ടോ. ശബ്ദാർത്ഥോ സഹിതം കാവ്യം, ഇതാരാ പറഞ്ഞത്? ആചാര്യ ഭാമഹ്. അപ്പോൾ അങ്ങനെയുള്ള കൊട്ടേഷൻസ് അല്ലെങ്കിൽ ഡെഫിനിഷൻസ് ഒക്കെ ഒന്ന് വൺ വേർഡായിട്ട് ചോദിക്കാം. ആചാര്യ വാമൻ ने गुण के आधार पर रीति को काव्य की ആത്മാ മാന ഹെ. ആചാര്യ വാമൻ എന്ന് പറയുന്ന സാൻസ്ക്രിറ്റ് പണ്ഡിതൻ ഗുണത്തെ അടിസ്ഥാനപ്പെടുത്തി രീതിയെ, കാവ്യങ്ങൾ എഴുതുന്ന ചില രീതിയുണ്ട്, ആ രീതിയെയാണ് കാവ്യത്തിൻ്റെ ആത്മാവായിട്ട് കണക്കാക്കുന്നത്. ആചാര്യ ആനന്ദവർദ്ധനെ ധ്വന്യാലോകുമേം, ആചാര്യ ആനന്ദവർദ്ധൻ സാൻസ്ക്രിറ്റിലെ മറ്റൊരു ആചാര്യനാണ്. അദ്ദേഹം എഴുതിയിട്ടുള്ള ബുക്കിൻ്റെ പേരാണ്, അതൊക്കെ വൺ വേർഡ് ചോദിച്ചോ നോക്കിക്കൊള്ളണം, ധ്വന്യാലോക്. ആചാര്യ ആനന്ദവർദ്ധൻ്റെ ബുക്കിൻ്റെ പേരെന്താണ്? ധ്വന്യാലോക്, സാൻസ്ക്രിറ്റ് ബുക്കാണ്. അതിൽ ശബ്ദ് और अर्थ को काव्य का शरीर बताकर काव्य की आत्मा ധ്വനി മാനി ഹെ. അപ്പം ശബ്ദം അർത്ഥവും അത് കാവ്യത്തിൻ്റെ ശരീരമാണെന്ന് പറഞ്ഞിട്ട് കാവ്യത്തിൻ്റെ ആത്മാവ് ധ്വനി എന്ന് പറയുന്നു. ധ്വനി, കാവ്യക്ക് ആത്മാക്യാ ഹെ ധ്വനി. ഇത് ഓരോരുത്തരുടെ അഭിപ്രായമുണ്ട്. ആചാര്യ കുന്തകിനെ ധ്വനി കാ ഖണ്ഡൻ കർ, എന്നാൽ ആചാര്യ കുന്തക് എന്ന് പറയുന്ന വ്യക്തി ആനന്ദവർദ്ധൻ്റെ ധ്വനിക്ക്, അതിനെ ഖണ്ഡിച്ചുകൊണ്ട്, അതല്ല ധ്വനിയല്ല കാവ്യത്തിൻ്റെ ആത്മാവ് എന്ന് പറഞ്ഞുകൊണ്ട് സിദ്ധ് കിയാ ഹെ കി കാവ്യ കാ ജീവൻ വക്രോക്തി ഹെ, കാവ്യത്തിൻ്റെ ആത്മാവ്, എൻ്റെ ജീവിതം, എൻ്റെ ജീവൻ തന്നെ വക്രോക്തിയാണ്. വക്രോക്തിയൊക്കെ എന്താണെന്ന് താഴെ പഠിക്കുന്നുണ്ട് കേട്ടോ, അതാണ്. ഇനി ആചാര്യ വിശ്വനാഥിനെ വാക്യം രസാത്മകം കാവ്യം കഹ്കർ. നോക്കൂ, ആചാര്യ വിശ്വനാഥ് എന്ന് പറയുന്ന മഹാപണ്ഡിതൻ, ഇതൊക്കെ സാൻസ്ക്രിറ്റ് പണ്ഡിതന്മാരാണ് കേട്ടോ. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് വാക്യം രസാത്മകം കാവ്യം എന്നാണ്. വാക്യം രസാത്മകം കാവ്യം എന്ന് പറഞ്ഞാൽ എന്തർത്ഥം? രസാത്മകമായിട്ടുള്ള വാക്യമാണ് ഏത്? കാവ്യം. വായനക്കാർക്ക് അവരുടെ മനസ്സിൽ രസം ഉണ്ടാകണം, ആനന്ദം ഉണ്ടാകണം. ആനന്ദം നൽകുന്ന വാക്യത്തെയാണ് കാവ്യമെന്ന് പറയുക. കഹ്കർ രസുക്കോ കാവ്യക്ക് ആത്മാ സ്വീകാർക്കിയ, രസത്തെ കാവ്യത്തിൻ്റെ ആത്മാവായി അംഗീകരിച്ചിരിക്കുന്നു. पंडित राज जगन्नाथ ने रमणीय अर्थ का प्रतिपादन करने वाला शब्द काव्य मानकर इस परिभाषा को अधिक व्यापक बना दिया है. എന്താർത്ഥം? പണ്ഡിറ്റ് ജഗന്നാഥൻ പറഞ്ഞിരിക്കുന്നത് രമണീയാർത്ഥത്തെ പ്രതിപാദിപ്പിക്കുന്ന, രമണീയം അതിമനോഹരമായിട്ടുള്ള അർത്ഥത്തെ പ്രതിപാദിക്കുന്ന വാക്കുകളാണ് കാവ്യം എന്ന് പറഞ്ഞുകൊണ്ട് ഈ പരിഭാഷയെ, മുകളിൽ പറഞ്ഞ വാക്യം രസാത്മകം കാവ്യം എന്നുള്ള പരിഭാഷയ്ക്ക് ഒന്നുകൂടി ഒരു വിസ്തൃതി നൽകിയിരിക്കുന്നു. ഇൻ പരിഭാഷാവുങ്കെ ആധാർ പർ ഹം കഹ് സക്തെ ഹെ. ഇങ്ങനെ സംസ്കൃത പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്ന ഡെഫിനിഷൻസിനെ ആസ്പദമാക്കി നമുക്ക് പറയാൻ പറ്റും, ശബ്ദ് അർത്ഥ് അഥവാ ദോനോ കി രമണീയത സെ യുക്ത് വാക്യരചനാക്കോ കാവ്യ കഹ്തെ ഹെ. മനസ്സിലായല്ലോ? ഈ ഡെഫിനിഷൻസിനെ ആധാരമാക്കി നമുക്ക് പറയാം, ശബ്ദവും അതായത് വാക്കും അതിൻ്റെ അർത്ഥവും, അല്ലെങ്കിൽ രണ്ടിൻ്റെയും രമണീയത കൊണ്ട് നിറഞ്ഞ വാക്യത്തെ, രണ്ടിൻ്റെയും ആനന്ദം അല്ലെങ്കിൽ ഭംഗി രണ്ടിൻ്റെയും അതിമനോഹാരിതയോടുകൂടി യോജിച്ച വാക്യത്തെയാണ്, വാക്യരചനയ്ക്കാണ് പറയുക കാവ്യമെന്ന് പറയുക. ഇത് സംസ്കൃത പണ്ഡിതന്മാരുടെ കാവ്യലക്ഷണങ്ങളാണ്. ഇനി നമുക്ക് പാശ്ചാത്യ കാവ്യലക്ഷണം നോക്കാം. ഇംഗ്ലീഷുകാരായിട്ടുള്ള കവികളും സാഹിത്യകാരന്മാരും അവിടുത്തെ ആചാര്യന്മാരും തത്വചിന്തകരും ഒക്കെ പറയുന്ന ചില ലക്ഷണങ്ങളുണ്ട്. നോക്കൂ, പാശ്ചാത്യ ആചാര്യനെ ജോ കാവ്യക്ക് പരിഭാഷ ദി ഹെ വഹ് കാവ്യക്ക് 4 തത്വം പർ ആശ്രിത ഹെ. കാവ്യത്തിൻ്റെ 4 തത്വങ്ങളുണ്ട്, അത് ഇതിൽ വരും. ആ 4 തത്വങ്ങളെ ആസ്പദമാക്കിയിട്ടാണ് പാശ്ചാത്യ ആചാര്യന്മാർ കാവ്യത്തിന് ഡെഫിനിഷൻ നൽകിയിട്ടുള്ളത്. വേ ഹേ, ഇപ്പോൾ കാവ്യക്ക് 4 തത്വ എന്ന് ചോദിച്ചാൽ, 1 മാർക്കിന് ചോദിച്ചാൽ എന്തൊക്കെയാണ്? ഭാവ് തത്വ, കൽപ്പനാ തത്വ, ബുദ്ധി തത്വ और ശൈലീ തത്വ. ഈ 4 എണ്ണത്തിനെ ആസ്പദമാക്കിയിട്ടാണ് കാവ്യത്തിന് ഡെഫിനിഷൻ കൊടുത്തിരിക്കുന്നത്.
എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്ക में അതൊരു ബുക്കിൻ്റെ പേരാണ്. എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്ക में പോയട്രി ആർട്ട് വർക്ക് ഓഫ് ദി പോയറ്റ്. പോയട്രി എന്ന് പറയുന്നത് ആർട്ട് വർക്ക് ഓഫ് ദി പോയറ്റാണ്. അതായത് കവി കാ കാര്യ ഹി കാവ്യകല ഹെ. കവി ചെയ്യുന്ന പ്രവൃത്തിയാണ് കാവ്യകല. ലിഖാ ഹെ. മനസ്സിലായല്ലോ? എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്കയിൽ പറഞ്ഞിരിക്കുന്നതാണ്. പ്രസിദ്ധ കവി ഡ്രൈഡൻ കെ മത്തുമേ. ഇംഗ്ലീഷിലെ പ്രസിദ്ധ കവിയായിട്ടുള്ള ഡ്രൈഡൻ പറഞ്ഞിട്ടുള്ളത് കവിത സുസ്പഷ്ട സംഗീത് ഹേ. കവിത എന്ന് പറഞ്ഞാൽ വ്യക്തമായിട്ടുള്ള സ്പഷ്ടമായിട്ടുള്ള സംഗീതമാണ് എന്ന്. പ്രസിദ്ധ കവി കോൾറിഡ്ജ് കെ അനുസാർ സർവോത്തം ശബ്ദ് അപ്പനെ സർവോത്തം ക്രമേം കവിത ഹോത്തി ഹെ. ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള വാക്കുകൾ അതിൻ്റെ ശ്രേഷ്ഠമായിട്ടുള്ള ക്രമത്തിൽ അടുക്കി വെച്ചാൽ അതിനെ കവിത എന്ന് പറയും. അതിൻ്റെ ഇംഗ്ലീഷിലാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഹിന്ദിയിലുള്ള ആശയമാണ് ഇവിടെ ഇതിൽ കൊടുത്തിരിക്കുന്നത്. പോയട്രി ഈസ് ദ ബെസ്റ്റ് വേർഡ്സ് ഇൻ ദെയർ ബെസ്റ്റ് ഓർഡർ. ഇനി അംഗ്രേസി കെ പ്രസിദ്ധ കവി വേഡ്സ്വർത്ത് കാ വിചാർ ഹെ. വേഡ്സ്വർത്ത് അദ്ദേഹത്തിൻ്റെ ഒരുപാട് കവിതകൾ ഡിഗ്രിക്കും മറ്റുമൊക്കെ പഠിക്കാനുള്ളതാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കവിത പ്രബൽ അനുഭൂതിയോം കാ സഹജ് ഉദ്രേക് ഹേ. ഉദ്രേക് എന്ന് പറഞ്ഞാൽ ഉണ്ടാവുന്നത്. കവിത എന്ന് പറയുമ്പം ശക്തമായിട്ടുള്ള അനുഭൂതികളുടെ സ്വാഭാവികമായിട്ടുള്ള സ്ഫുരണമാണ്. ജിസ്കാ സ്രോത് ശാന്തി കെ സമയമേം സ്മൃത് മനോവേഗോം സെ ഫൂട്ടുത്താ ഹെ. അതിൻ്റെ സ്രോതസ് എങ്ങനെയാണ്? കവിതയുടെ സ്രോതസ് നിശബ്ദമായിട്ടിരിക്കുന്ന സമയത്ത്, ശാന്തമായിട്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഓർമ്മയിൽ വരുന്ന നമ്മുടെ ഉള്ളിലുള്ള മനോവേഗങ്ങളിൽ നിന്നും അത് പൊട്ടിപ്പുറത്തേക്ക് വരുന്നതാണ്. പ്രബലമായിട്ടുള്ള അനുഭൂതികളാണ് ഈ കവിത എന്ന് പറയുന്നത്. ശാന്തമായിട്ടുള്ള മുഹൂർത്തത്തിൽ നമ്മുടെ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന മനോവികാരങ്ങളെ അത് പുറത്തേക്ക് കൊണ്ടുവരുന്നു. ഉൻകി പരിഭാഷ ഭാവാനുഭൂതി അവർ അഭിവ്യക്തി കി പ്രതിക്രിയ കോ വ്യക്തി കർത്തി. ഇദ്ദേഹത്തിൻ്റെ ഈ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഭാവാനുഭൂതിയെയും അത് പ്രകടിപ്പിക്കുന്നതിൻ്റെ ആ പ്രതികരണത്തെയും വ്യക്തമാക്കുന്നു. ഷെല്ലി കെ അനുസാർ, ഷെല്ലി ഇംഗ്ലീഷ് കവിയാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് സർവമുഖി ഏവം സർവോത്തം മനോ കെ സർവോത്തം और സർവ സുഖപൂർണ്ണ ക്ഷണോ കി ലേഖ കവിത ഹെ. സർവമുഖി ഏവം സർവോത്തം മനോ കെ. ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഏറ്റവും വിവിധ തലങ്ങളിലുള്ള മനസ്സിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളതും ഏറ്റവും സുഖസമ്പൂർണവുമായിട്ടുള്ള ക്ഷണങ്ങളുടെ ഒരു ആകത്തുകയാണ് ഏത്? കവിത. ഇതൊക്കെ മനസ്സുമായിട്ട് ബന്ധപ്പെട്ടത് തന്നെ. ഇനി മാത്യു അർണോൾഡ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കാവ്യക്കെ ഭാവപക്ഷക്കോ പ്രധാൻ മാൻകർ. കാവ്യത്തിൻ്റെ ഭാവപക്ഷത്തിനാണ് ഏറ്റവും കൂടുതൽ അദ്ദേഹം പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. ഉസേ ജീവൻ കി ആലോചന മാനത്തെ ഹെ. കവിത എന്ന് പറയുന്നത്, കാവ്യം എന്ന് പറയുന്നത് ജീവിതത്തിനെ പറ്റിയുള്ള വിമർശനം ആയിട്ടാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇവിടെ എപ്പോഴും നിങ്ങൾ ഓർക്കുക, കാവ്യം എന്നൊക്കെ പറയുന്ന കവിതയെ മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. 19वीं ശതാബ്ദി കെ പ്രസിദ്ധ ലേഖകർ ഡോക്ടർ ജോൺസൺ ने, മറ്റൊരു ഇംഗ്ലീഷുകാരനാണ്, കവിത കോ ഉസ് കലാ കെ രൂപമേ സ്വീകാർ കിയാ ഹെ. കവിത കലയായിട്ടാണ്, കവിത ഒരു ആർട്ടായിട്ടാണ് അദ്ദേഹം അംഗീകരിച്ചിരിക്കുന്നത്. ആർട്ട് എങ്ങനെയുള്ളതാണ്? ജോ കൽപ്പന കി സഹായത സെ യുക്തി കെ ദ്വാര സത്യക്കോ ആനന്ദ് സെ സമന്വിത് കർത്തി ഹെ. കൽപ്പന കി സഹായത സെ, ഭാവനയുടെ സഹായത്താൽ, ഇമാജിനേഷൻ ഉണ്ടെങ്കിലേ കവിത എഴുതാൻ പറ്റുള്ളൂ, കാവ്യം എഴുതാൻ പറ്റുള്ളൂ. അതാണ് കൽപ്പന കി സഹായത സെ യുക്തി കെ ദ്വാര, യുക്തി കൊണ്ട്, സത്യക്കോ ആനന്ദ് സെ സമന്വിത് കർത്തി ഹെ, സത്യത്തെ ആനന്ദവുമായിട്ട് സംയോജിപ്പിക്കുന്നു. കലാ കെ ഹി രൂപ് സെ കവിത കി ബഡി പൂർണ്ണ പരിഭാഷ അംഗ്രേസി കെ ചേംബേഴ്സ് കോഷ്മേം ഇസ് പ്രകാർ ദി ഹുയി ഹെ. കലയുടെ രൂപത്തിൽ കവിതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സമ്പൂർണമായിട്ടുള്ള ഒരു ഡെഫിനിഷൻ ഇംഗ്ലീഷിലുള്ള ചേംബേഴ്സ് ഡിക്ഷണറിയിൽ ഈ പ്രകാരം കൊടുത്തിട്ടുണ്ട്. കൽപ്പന और अनुभूति से उत्पन्न विचारों को मधुर शब्दों में
അഭിവ്യക്തി करने की കല കവിത है. എന്താണ്? കൽപ്പന और അനുഭൂതി से उत्पन्न വിചാരവും കൽപ്പനയും അനുഭൂതിയും ഇതിൽ നിന്നുണ്ടാകുന്ന ആശയങ്ങളെ, വിചാരങ്ങളെ മധുരമായിട്ടുള്ള വാക്കുകളിൽ പ്രകടിപ്പിക്കാനുള്ള കലയ്ക്കാണ് കവിത എന്ന് പറയുന്നത്. ഇസ് പരിഭാഷ മേ കാവ്യ കെ സമസ്ത തത്വം കാ ഉല്ലേഖ ഹുവാ ഹൈ. ഈ പരിഭാഷയിലൂടെ കാവ്യത്തിൻ്റെ എല്ലാ തത്വങ്ങളെയും പരാമർശിച്ചിരിക്കുകയാണ്. എന്താണ് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം? കൽപ്പന और അനുഭൂതി സെ ഉത്പന്ന വിചാരവും കൽപ്പനയിലൂടെയും അനുഭൂതിയിലൂടെയും ഉണ്ടായ ആശയങ്ങളെ മധുരമായ വാക്കുകളിൽ വ്യക്തമാക്കുന്ന കലയ്ക്കാണ് കവിത എന്ന് പറയുന്നത്. ഇതിൽ കാവ്യത്തിൻ്റെ എല്ലാ തത്വങ്ങളും പറഞ്ഞിട്ടുണ്ട്. इसमें अभिव्यंजना कौशल കൽപ്പന और അനുഭൂതി തഥാ വിചാർ തത്വ കാവ്യമേ ആവശ്യക ഹെ. ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാം അഭിവ്യഞ്ജന കൗശൽ, കവിയുടെ മനസ്സിലുള്ള കാര്യങ്ങളെ പ്രകടിപ്പിക്കാനുള്ള കഴിവ്, പിന്നെ അദ്ദേഹത്തിൻ്റെ കൽപ്പന, അദ്ദേഹത്തിൻ്റെ അനുഭൂതി, അദ്ദേഹത്തിൻ്റെ വിചാര തത്വം, ഇതൊക്കെ കാവ്യത്തിന് ആവശ്യമാണ്. അതേവ ഹം ഡോക്ടർ ജോൺസൺ കി പരിഭാഷ കാ ഭാവ് ഉപയുക്ത ലക്ഷൺ കെ സാത്ത് ജോഡ്കർ കർ സക്തേ. അതുകൊണ്ട് നമുക്ക് ഡോക്ടർ ജോൺസൺ എന്ന് പറഞ്ഞ ആളുണ്ടല്ലോ, അതവിടെ കൊടുത്തിട്ടുള്ള ആൾ ജോൺസൺ, അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വാക്കുകളെ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പരിഭാഷ കാ ഭാവ് ഉപയുക്ത ലക്ഷൺ കെ സാത്ത് ജോഡ്കർ കർ സക്തേ ഹെ. ഡോക്ടർ ജോൺസന്റെ പരിഭാഷയുടെ ഭാവം മുകളിൽ പറഞ്ഞ ലക്ഷണങ്ങളോടൊപ്പം ചേർത്തുകൊണ്ട് പറയാൻ പറ്റും. കാവ്യ കൽപ്പന और അനുഭൂതി കെ ഗൃഹീത് സത്യക്ക് രമണീയ ശബ്ദവുമേം അഭിവ്യക്തി ഹെ. അതാണ് കാവ്യമെന്ന് പറഞ്ഞാൽ എന്താണ്? കൽപ്പനയും അനുഭൂതിയിൽ കൽപ്പന കൊണ്ടും അനുഭൂതി കൊണ്ടും നേടിയെടുത്ത, കണ്ടെത്തിയ, അല്ലെങ്കിൽ സ്വീകരിച്ച സത്യത്തെ, കൽപ്പനയിലൂടെയും അനുഭൂതിയിലൂടെയും നേടിയെടുത്ത സത്യത്തെ മനോഹരമായിട്ടുള്ള വാക്കുകളിൽ, രമണീയ വാക്കുകളിൽ അഭിവ്യക്തി അതിനെ പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ അതിനെ കാവ്യമെന്ന് പറയുന്നു. അഭിവ്യക്തി കി കലാഹി കാവ്യ. അങ്ങനെ ഉള്ള കാര്യത്തെ ഭംഗിയായിട്ട് പ്രകടിപ്പിക്കാനുള്ള ഒരു ആർട്ടാണ് കാവ്യമെന്ന് പറയുക. സംക്ഷേപ മേ കഹേं तो काव्य संसार के प्रति कवि की भाव प्रदान मानसिक प्रतिक्रिया के ശ്രേയ കോ പ്രേയ് ദേനെ വാലി അഭിവ്യക്തി ഹെ. ഇപ്പം ചുരുക്കി പറഞ്ഞാൽ കാവ്യം എന്ന് പറയുന്നത് ലോകത്തോടുള്ള കവിയുടെ ഭാവപ്രധാനമായ മാനസിക പ്രതികരണത്തിൻ്റെ മഹത്വത്തെ ആശ്രയം നൽകുന്ന, അല്ലെങ്കിൽ മഹത്വത്തിന് രൂപം നൽകുന്ന അഭിവ്യക്തിക്കാണ് കാവ്യമെന്ന് പറയുക. ഇനി ഹിന്ദി കാവ്യലക്ഷണമാണ്. ഹിന്ദി കാവ്യലക്ഷണം അത് ശരി, അത്രയും മതി. ഹിന്ദി കാവ്യലക്ഷൺ അടുത്ത ക്ലാസ്സിൽ വായിക്കും.